അന്ന് വന്നപ്പോൾ ഇങ്ങനെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ച് കരുതി കുട്ടീനെ അസുഖം വന്നതാണെന്നാണോ നമുക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഓളോട് പറഞ്ഞിക്ക് സലാം പറഞ്ഞ് പിരിയാലോ അവര് വരുന്നില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് എന്നുവെച്ചാൽ നമ്മളവന് പിന്നെ നല്ലോണം പറഞ്ഞിങ്ങാന് നല്ല സ്നേഹത്തിൽ ഭയങ്കര സ്നേഹം പിടിച്ചു പറ്റിയിട്ടാണ് അവന് 3 തവണ അവൻ ആ ബാഗും കഴുത്തിലിട്ട് ഇവിടെ വന്നിട്ട് മൂന്ന് ടൈമിന് വന്നപ്പോൾ ആ ബാഗും അവൻ്റെ കഴുത്തിലുണ്ട്. ഇതിൽ കത്തിയാണെന്നുള്ള പ്രതീക്ഷ നമുക്കില്ലല്ലോ. ഇവനെ ഒരു കാലത്തും ഓന് ഞങ്ങളെയും കൊല്ലും. ഓനി പുറത്തിറങ്ങിക്കുകയാണെങ്കിൽ ഇതിലും വലിയ തോന്നി ഉണ്ടാക്കുന്നുള്ള കാര്യം ഉറപ്പാ. ഇന്നോട് അവൻ അത്രയ്ക്ക് ദേഷ്യമുണ്ട്. എന്താ കാരണം എനിക്ക് അറിയൂല. അവന്റെ ജീവൻ അവിടെ തന്നെ നഷ്ടപ്പെടണം. സംഭവ ദിവസം വന്നപ്പോഴും ആദ്യം സ്നേഹത്തിലായിരുന്നു, നല്ല സ്നേഹത്തിലുള്ള പെരുമാറ്റമായിരുന്നു. വൈകുന്നേരം വന്നപ്പോ 3 തവണ വന്നു. അതേ ഒരു ദിവസം 2 തവണ, രണ്ടാമത്തെ തവണ ആണ് ഈ സംഭവം ഉണ്ടായത്. ഓന് വൈകുന്നേരം ഇങ്ങോട്ട് കേറിയിട്ട് ഇവിടെ ഇരുന്ന് ഒരു 10 മിനിറ്റ് ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് ഇവരുമായിട്ട് നല്ല ഡീസന്റ് പെരുമാറ്റത്തിലാണ് നിന്നത്. പെട്ടെന്ന് കുറച്ച് ഒരു 10 മിനിറ്റ് വരെ ഇരുന്ന് കൂടാ. ആധാർ കാർഡും പാൻ കാർഡും ഓളെ കൈ കൊടുത്ത് മോളെ ചോദിച്ച് ഇപ്പൊ എന്താ ഷൂ ഊരാത്തെന്ന് വെച്ച് ഷൂ ഊരാൻ പിന്നെ എനിക്ക് നേരമില്ലാന്ന് പറഞ്ഞ് മോളേല് ഫോണ് കൊടുത്ത് മോളെ അത്തക്കാക്കി. ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, ഓളെ അവിടെ നിൽക്കുന്നുണ്ട്. ഇന്നെ ആദ്യം കുത്തിങ്ങാന് പിന്നെ ഓളെ അങ്ങോട്ട് ഊതി തള്ളിയിട്ട് 2 കത്തി കൊണ്ട് ഓളെ 4 കുത്തി കാഴ്ച താക്കിക്കാന്. പിന്നെ ഉപ്പ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഓളെ പിടിക്കുമ്പോഴേക്ക് ഉപ്പനെയും കുത്തി. 2 കത്തി ഉണ്ട് കയ്യില്. 2 കത്തിയും ഇതാക്കിയിട്ടാണ് ഓന് ഇവിടുന്ന് റോഡമ്മേലേക്ക് വണ്ടിയിലേക്ക് കയറിയത്. അപ്പൊ വണ്ടിയിൽ വേറെ ആളുണ്ടോന്നുള്ളത് ഡ്രൈവർ ഉണ്ടാക്കി ഈ ഭാഗത്ത് നിന്നാണ് ഡോറ് തുറന്ന് കയറിയത്. അല്ലല്ല, ഡ്രൈവർ ഒന്നുമില്ല. മഞ്ഞ ഇവിടുന്ന് കുത്തി ഇറങ്ങിയതാണെനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് പോയപ്പം കുത്തി ഞാനായിട്ട് കണ്ടിട്ടില്ല. 2 കത്തി അവന്റെ കയ്യിലുണ്ട്. 2 കത്തിയും വീശിയിട്ട് അവിടുന്ന് അങ്ങോട്ട് പോയത്. നാസറൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങൾ നോമ്പ് തുറന്ന് ഇറങ്ങിയിട്ടാണ്. ഞാൻ കടയിൽ അവിടെ ഇരിക്കുകയാണ്. അവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ കാണും. ഞാൻ ഇവരെ സൗണ്ട് കേട്ട പിന്നെ അവിടുന്ന് ഓടി വരുന്നത്. ഓനങ്ങോട്ട് കയറി വരുമ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു ഇങ്ങനെ ഇപ്പം യാത്ര വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ അപ്പം ഇവർ 2 ആളും ഉള്ളിൽ നിന്ന് മോളെയും കൂട്ടിയിട്ട് ഓടി പുറത്തേക്ക് വന്നതാ. ഇവന്റെ കൂട്ടുകാരനാണ് നമ്മളെ ആഷിഖെന്നാണ് അമ്മനെ വെട്ടിയത്. അതും പിന്നെ ശരണുണ്ട് വേറെ ഒരുത്തന് നമ്മളെ പിടിച്ചത്. ഇവന് ആഷിഖിന്റെ ആ കുത്ത് ഉമ്മനെ ഇതാക്കിയതിന്റെ ശേഷമാണ് ഓക്ക് ഭയങ്കര പേടി. ഇവനും കത്തി കൊണ്ട് നടക്കലുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ അതെല്ലാം കൂടി പേടിച്ചിട്ടാണ് അവള് പോവാണ്ടായത്. ആഷിഖും വലും സുഹൃത്താണ് എന്നുള്ള കാര്യം പോലീസിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രേഖാപരമായി പറഞ്ഞില്ലെങ്കിലും വാക്കാലെ PROനോട് ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആഷിഖും വലും സുഹൃത്താണ്, ശ്രദ്ധിക്കണം, അപകടമുണ്ട്. 5 വർഷമായിട്ട് ഓളെ തീരെ ഒരു സമാധാനത്തിൽ നിൽക്കാൻ അവൻ സമ്മതിച്ചില്ല. ഞങ്ങള് പിന്നെ മോളെ പള്ളിയുള്ള സമയത്തൊക്കെ ഇറങ്ങി പോയിക്കോന്ന് പറഞ്ഞ് ഓള് ഇറങ്ങി പോന്നെന്ന് പറഞ്ഞ് അന്ന് ഞങ്ങള് മിണ്ടലില്ല. അന്നിപ്പോ ഞാൻ ചോദിച്ചെങ്കിൽ എങ്ങോട്ടെങ്കിൽ ഇറങ്ങി പോകാൻ വിചാരിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് തന്നെ വരാൻ വിചാരിച്ചത്. പിന്നെ ഓന് എനിക്ക് ഓട്ടോറിക്ഷ ഒന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ നടന്നു പോരുന്നത് കണ്ടോ തന്നെ വന്ന് പിടിച്ചു കൊണ്ടുപോയി എന്നാണ്. അങ്ങനെ പല തവണയും ഓൾ ഇറങ്ങി അങ്ങോട്ടോ പോകാൻ ശ്രമിച്ചെന്ന് പറഞ്ഞു. അവന്റെ ബുദ്ധിമുട്ട് കാരണം അവന് ഭക്ഷണം എടുത്തെറിയുക, ഭക്ഷണം തിന്നാൻ കൊടുക്കാണ്ടിരിക്കുക, മേശമലൊക്കെ കൊണ്ടുവച്ചാൽ അതൊക്കെ അടിച്ച് നെറ്റിക്കാളുക, അങ്ങനെ പല അക്രമങ്ങളും കാണിക്കുന്നുണ്ട്. പിന്നെ അവളെ ഭയങ്കര സംശയമാണെന്ന് പറഞ്ഞ് വെട്ടും പോകാൻ സമ്മതിക്കൂല. ഇങ്ങോട്ട് തന്നെ വന്നാല് ഇവിടെ രാത്രിയൊക്കെ ഓനില വന്ന് നോക്കും പോലെ ഇപ്പൊ റൂമിൽ വലിച്ചിട്ടുണ്ടെന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളാണ്. പിന്നെ ഓനെ 1 മണി 2 മണി 3 മണി സമയത്ത് ഏത് ചെക്കന്മാരെ വിളിച്ചാലും ഇറങ്ങി പോകുന്നു. പിന്നെ വീട്ടിൽ വരുന്ന സമയക്കണക്കൊന്നുമില്ല. ചുരത്തിലാണ് അവന്റെ പണി. ലഹരി ഉപയോഗിക്കുന്നു, മകളെ ക്രൂരമായി മർദ്ദിക്കുന്നു ഒക്കെ ഇയാളുടെ മാതാപിതാക്കൾക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. ഓൽക്കുണ്ടാവും. ഓല് ഇവിടെ അയൽവാസികളായി. ഓന് 8ാം ക്ലാസ് പഠിക്കുന്ന സിസർ വലിക്കുന്നൊക്കെ ഞങ്ങൾ കണ്ടു. ഞാൻ ഒരു ഇവിടെ ഞങ്ങള് കക്കാട് അങ്ങോട്ട് വരുമ്പോൾ ഞാൻ ചോദിച്ചു ചെറിയക്കനെ ഏതാണ് ഇപ്പൊ ഇവിടെ ഇട്ടത് നിന്ന് സിസർ വലിക്കുന്നത് ചോദിച്ചാൽ പറഞ്ഞ ഓലിപ്പ അവിടെ വന്ന് കൂടിയ ആൾക്കാരാണെന്ന് എന്നോട് അന്ന് മുതലേ എല്ലാം ഉപയോഗിച്ച് തുടങ്ങിയതാ. പിന്നെ ഓന്റെ അമ്മ ഇവിടുന്ന് രാത്രി 1 മണിക്കൊക്കെ ഓന് പുരയിൽ വരുമ്പോ ഇങ്ങോട്ട് കേറണ്ട, എങ്ങോട്ടാന്ന് വെച്ചാൽ പോയിക്കോ, ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് കേൾക്കലുണ്ട്. തൊട്ടടുത്താ കൂടി അതൊക്കെ ഞങ്ങൾ മോളോട് കാര്യങ്ങൾ പറഞ്ഞു. ഓൻ്റെ ഒപ്പം പോകണ്ടെന്ന് അന്നേ ഞങ്ങൾ പറഞ്ഞ്
ആക്കി ഓള് ആരും ഇല്ല എന്നുള്ള ഇതിൽ നിന്നിട്ടാണ് ഞങ്ങൾ കല്യാണം വേറെ കഴിപ്പിച്ചത്. പക്ഷേ ഇവന് പിന്നെ ഇവളെ ഭീഷണിപ്പെടുത്തി എന്നെയും ഒക്കെ ഞാൻ കൊല്ലും നിങ്ങൾ എവിടെ പോയാലും എന്ന് പറഞ്ഞിട്ട് പേടിയോണ്ടാണ് അന്ന് ഇവൻ്റെ കൂടെ തന്നെ പോയത്. ഇപ്പോൾ ഒക്കെ തീരെ നിൽക്കാൻ പറ്റാതെ ഞങ്ങളോട് കാര്യങ്ങൾ പറയാനും പറ്റാത്ത അവസ്ഥയിൽ ആയപ്പോഴാണ് ഇപ്പോൾ ഒരു മാസമായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത് നോമ്പ് കഴിയട്ടെ എന്നാണല്ലോ. ഓരോ വന്ന് നോക്കില്ല, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഓരോ ഉൾക്കൊണ്ടില്ല. ഓന അവിടെ തന്നെയാണല്ലോ. ഓന പിന്നെ അതിൻ്റെ അടുക്കടയും പണിക്ക് പോയില്ല. അവർക്ക് വേറെ എന്തെങ്കിലും സ്ഥിരമായിട്ട് ജോലിക്കൊന്നും പോവില്ല. ഒന്നിച്ചുള്ളത് ഓൻ്റെ അമ്മ എന്തോ വെപ്പിന്റെ പണിക്ക് എന്തിനാ പോലാന്ന് പറഞ്ഞു. അപ്പൊ ഓല പൊരയിൽ എന്തെങ്കിലും കൂട്ടന്മാരെല്ലാരും കൂടി അവിടെ പോയി നിൽക്കലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ മതി. എന്തായാലും നല്ലോണം ശിക്ഷ അവന് കൊടുക്കണം. അവനെ പുറത്ത് വിടരുത് എന്തായാലും വേണ്ടില്ല. അവക്ക് മോളെ നോക്കണം, മോളെ നല്ലോണം നോക്കണം, മോളെ നല്ല ഇതില് പിന്നെ പഠിപ്പിക്കണം എന്നാക്കണം എന്നുള്ള ഇതിലുണ്ട്. ഞങ്ങൾ പറഞ്ഞു നോമ്പ് കഴിഞ്ഞിട്ട് പോവാൻ മോളെ എന്ന് പറഞ്ഞപ്പോൾ അപ്പം പറഞ്ഞ് ഇപ്പോഴായാലും എവിടെയെങ്കിലും ചിലപ്പോൾ കിട്ടാൻ മതി, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് പോയത്. അന്നിപ്പോൾ ഓല് പറഞ്ഞു മോളെങ്കിൽ നാളെ തന്നെ വന്നോന്ന് പറഞ്ഞു. ഓള് 3 ദിവസം പോയി. അപ്പോൾ 3 ദിവസം പോയി ഓള് മിസ്റ്റേഴ്സിലും ഇവിടെ ഹോസ്പിറ്റലിലും കൊടുത്തിട്ട് പോയി. അപ്പോൾ റിസപ്ഷനിൽ കയറാനല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അന്ന് 3 ദിവസം പോയി. 3-ാം ദിവസം ഇവിടെ വന്നപ്പോൾ മോളിനോട് വന്ന് പറഞ്ഞു എനിക്ക് പിന്നെ മിസ്റ്റേഴ്സ് കിട്ടിക്കുന്നു, ഞാൻ നാളെ കൂടിയേ താമരശ്ശേരി പോകണുള്ളൂ, പിന്നെ അവിടുന്ന് പറഞ്ഞ് പോരാ, അന്നപ്പം എന്നിട്ട് ഇവിടെ കയറാമെന്ന് പറഞ്ഞതാണ്. ഇവിടെ യൂണിഫോം വാങ്ങി തയ്പ്പിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞതാണ്. അന്ന് വൈകുന്നേരമാണ് ഓൻ വന്ന് ഞാനിതൊക്കെ ചെയ്യുന്നത്.